ശരി ജയ്ക്ക്, ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ എപ്പോഴൊക്കെയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി ഈ കേസിനെ കൂടി കാണുകയാണ് നിങ്ങൾ ആ രൂപത്തിലാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയും. പക്ഷേ ഈ കേസിൽ ഇതിലൊരു കേസുണ്ട് എന്നുള്ളതാണല്ലോ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ സേവനം എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് അവിടെ തീരും. അതിൽ ജനങ്ങൾക്ക് കൂടി അതിലൊരു വ്യക്തത വരികയാണ്. അങ്ങനൊരു വ്യക്തത ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ജയ്ക്ക്, അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടി നമ്മളൊരു 1000 തവണ ഇതിനോടകം എനിക്ക് തോന്നുന്നു BJP-യുടെ പ്രതിനിധിയാണ് തൊട്ടു മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നതിലെ ഒരു വിരസത BJP-യുടെ പ്രതിനിധി തന്നെ നമ്മുടെ ചർച്ചയിൽ സൂചിപ്പിച്ചു. അതെന്തായാലും കൗതുകമുള്ള ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിനെ സംബന്ധിച്ചുള്ള ഈ സേവനത്തെ കൊടുത്ത സേവനം എന്ത് എന്ന ചോദ്യത്തിനുള്ള മറുപടി 1000 തവണയായിരിക്കില്ല. വിവിധ ചാനലുകളിൽ വിവിധ മാധ്യമങ്ങളിൽ നിരവധി തവണ ഇതിനോടകം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി വിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ഈ കേസിന്റെ സൂക്ഷ്മതയുള്ള മെറിറ്റിലേക്കും മറ്റ് വിശദീകരണങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും ഒന്നും പോകണമെന്ന് സത്യസന്ധമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ BJP-യുടെ ബഹുമാന്യനായ പ്രതിനിധി പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ദീർഘസമയം എടുത്ത് പ്രഭാഷണം നടത്തി. നല്ല കാര്യം, ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് BJP-യുടെ പ്രതിനിധി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കളി രാജ്യവും കേരളവും കാണാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. സാധാരണഗതിയിൽ മുമ്പ് എനിക്ക് തോന്നുന്നു വളരെ പ്രസിദ്ധി ആർജിച്ച മലയാളത്തിലെ ഒരു വലിയ ഹിറ്റായി മാറിയ ചലച്ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഒരു നായക നടനെ രസങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹം പറയുകയാണ്, ഇത് കൂടാതെ ഞാൻ സ്വന്തമായി കണ്ടെത്തിയ ഒരു 4 രസം കൂടെയുണ്ട്, അത് ഞാൻ അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് 2021 മുതൽ അങ്ങ് ആലോചിച്ചു നോക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഘോഷയാത്രയല്ല, ഒരു രഥയാത്ര പോലെ നമ്മുടെ നാട്ടിലേക്ക് വിരുന്നു വന്നില്ലേ ഈ സംഘങ്ങളെല്ലാം. ഓരോ തവണയും ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, ലീക്ക് ചെയ്ത് മാധ്യമങ്ങളുടെ തീന്മേശയിലേക്ക് അപ്പക്കഷ്ണം ഇട്ടുകൊടുക്കുന്നത് പോലെ ഇട്ടുകൊടുത്ത വിവരങ്ങൾ എത്ര തവണ നമ്മൾ ഇരുന്ന് ആഘോഷിച്ചു, എത്ര മണിക്കൂർ ഞാനും അങ്ങയും ഈ BJP-യുടെ പ്രതിനിധിയും ഒക്കെ ആ ED-യും IT-യും NIA-യും CBI-യും എന്ന് തുടങ്ങി ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് DPD എന്ന് വയനാട് മുൻ MP നമ്മുടെ LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ വിശേഷിപ്പിച്ച ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മുതലാളിമാരുടെ സംഘം, അന്വേഷണ സംഘാംഗങ്ങൾ ഇട്ടുകൊടുത്ത വിവരങ്ങളുമായി നമ്മൾ എത്ര തവണ, എത്ര രാത്രി, എത്ര മണിക്കൂറുകൾ ഇതേപോലെ ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു കേസിന് ബഹുമാന്യനായ BJP-യുടെ പ്രതിനിധി, അങ്ങ് പിന്തുണയ്ക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ കൂടെ പ്രതിനിധിയാണല്ലോ അങ്ങ്, ഏതെങ്കിലും ഒരു കേസിന് ആരെയെങ്കിലും കൺവിക്ഷൻ റേറ്റോടുകൂടെ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് നിങ്ങൾ അവകാശപ്പെടുത്തിയ അന്വേഷണ സംഘം RSSന്റെ കാവൽ നായ്ക്കളെ പോലെ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുമായി കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന വാലാട്ടി സംഘം, ഈ സംഘം ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വസ്തുതകൾ നിർത്തി കേസ് നടത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന വിധി സമ്പാദിച്ചതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ? രാജ്യസഭയിൽ അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് DYFയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സഖാവ് A റഹീം MP അദ്ദേഹം ചോദിച്ചു, ED നടത്തിയ കേസുകളുടെ കൺവിക്ഷൻ റേറ്റിനെ സംബന്ധിച്ച് എന്തായിരുന്നു. RSSന്റെ നേതാവായിട്ടുള്ള BJP-യുടെ പ്രതിനിധി അദ്ദേഹം യൂണിയൻ മന്ത്രിസഭയുടെ പ്രതിനിധിയായി നമ്മുടെ പാർലമെന്റിൽ നടത്തിയ പ്രതികരണം എന്താണ്? 198 കേസ് ED എടുത്തു. ആ 198 കേസ് ED എടുത്തതിൽ എത്ര പേരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറ്റി? വെറും 2 എണ്ണം. 196 നിങ്ങൾക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. അല്ലെങ്കിൽ അലക്കി വെളുപ്പിക്കുന്ന മെഷീൻ, വാഷിംഗ് മെഷീൻ എന്നതുപോലെ അവർ RSSനോട് ആഭിമുഖ്യമുള്ളവരായി മാറിയപ്പോൾ, BJP-യോട് ചേർന്ന് നിന്നുള്ളവരായി മാറിയപ്പോൾ എല്ലാ കേസുകളെയും നിങ്ങൾ വിട്ടിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രികളെ പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു നെപ്പോട്ടിസത്തിന്റെ ചായ കലർന്ന അഴിമതി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന പച്ചക്കള്ളം നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നിങ്ങൾ ഈ കേരളത്തിനകത്ത് എത്ര അന്വേഷണ സംഘങ്ങളുമായി നിങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നു. ഈന്തപ്പഴത്തിലെ കുരു എവിടെ പോയി BJP നേതാവേ? പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്ത് എവിടെ പോയി BJP നേതാവേ? സെക്രട്ടേറിയറ്റിന് തീയിട്ടതിനെ തുടർന്ന് കത്തിച്ചു കളഞ്ഞ ഫയൽ കൂമ്പാരം എവിടെ പോയി BJP നേതാവേ? ക്ലിഫ് ഹൗസിൽ നടന്ന വിവാഹ ചടങ്ങിൽ തീവ്രവാദ കേസിലെ പ്രതി പങ്കെടുത്തു എന്ന പച്ചക്കള്ളം കേസായി വന്നല്ലോ, എവിടെ പോയി BJP നേതാവേ? കാറ്റാടിപ്പാടത്തെ കോടികൾ അന്വേഷിക്കുവാൻ NIA-യും ED-യും CBI-യും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞല്ലോ. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിനും ഇടയ്ക്ക് തമ്പടിച്ച നാളുകൾ മഴയും വെയിലും കൊണ്ട് നടന്നല്ലോ. ഏതെങ്കിലും ഒരു കേസിൽ എന്തിനധികം പറയുന്നു, നമ്മുടെ നാട്ടിൽ പായിക്കാത്ത കൊണ്ടുപോയ കോടികളെ സംബന്ധിച്ച് മാധ്യമങ്ങളും നിങ്ങളും ഒക്കെ ചർച്ച നടത്തി. എവിടെ പോയി തെളിവ്? എവിടെ പോയി കേസ്? ഇപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ സ്വന്തമായി കണ്ടെത്തിയ പുതിയ 4 രസം എന്നതുപോലെ ED-യും CBI-യും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇൻകം ടാക്സും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ROC, SFIO നിങ്ങൾ തന്നെ കണ്ടെത്തിയ പുതിയ അന്വേഷണ സംഘങ്ങളാണ്. അവരുടെയും വിരുന്ന് വരവിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ്.
Debate with Smriti Parathikkad.